വണക്കം മക്കളെ. വല ദ ഇൻട്രോ അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് വല. ഗഗനചാരിയുടെ സംവിധായകനാണ് അരുൺ ചന്തു. ഈ ഗഗനചാരി കണ്ടവർക്കറിയാം, ടെക്നിക്കലി ഇറ്റ് വാസ് എ ബ്രില്യൻ ഫിലിം. ബ്രില്യൻ്റ് ആയ ഫ്രെയിംസും ബ്രില്യൻ്റ് ആയ ടെക്നിക്കലി ആയിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത കുറെ ഫ്രെയിംസ്, 2065 ഫ്യൂച്ചറിസ്റ്റിക് ആയ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു നമ്മൾ അത്ഭുതപ്പെടുത്തിയ കുറച്ച് ചെറിയ സിനിമ. അപ്പോൾ അതിന്റെ സംവിധാനം തന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഈ വല എന്ന് പറഞ്ഞൊരു ഒരു സിനിമ. ഇതിന്റെ ക്ലിംസും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഇതും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ കാര്യങ്ങൾ 2060 ഉള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഏതായാലും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ഒരു സംഭവം തന്നെയാണ് ഇത്. 4 മിനിറ്റിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ദ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട്. സർപ്രൈസ് കുറേ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ജഗതി ചേട്ടൻ ഉണ്ട്. ജഗതി ചേട്ടൻ, നമ്മൾ അമ്പിളി ചേട്ടൻ ഒരു ഗംഭീര റോള് ഇതിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ഏതായാലും 4 മിനിറ്റിൽ ഒരു കിടുക്കാച്ച് സാധനമാണെന്ന് തോന്നുന്നു. ഒന്ന് വെട്ടെന്ന് കണ്ട് വന്ന് സംസാരിക്കാം. So, boys and girls and ladies and gentlemen, once again, welcome back to Bald and Beard Reacts. Guys, Wala the intro. Jagadish Srikumar Arun Chantu. Here. Oh. നമ്മുടെ അറിവ് പരിമിതമാണ്. ജഗതി, നമുക്കറിയാം. അറിവിന്റെ കാര്യത്തിൽ ഇന്ന് നാം നിൽക്കുന്നത് ഒരു ചെറു ദ്വീപിലാണ്. അതിനു ചുറ്റും അനന്തമായ ഒരു സമുദ്രം. വരുന്ന ഓരോ തലമുറയുടെയും കടമ ഈ ദ്വീപിലേക്ക് കൂടുതൽ കരയെ ചേർക്കുകയും അതുവഴി നമ്മുടെ അറിവിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതുമാണ്. ഗൈസ്, ന്യൂ ഇയർ കലണ്ടർ ഇയർ 10 ആണ് കാണിച്ചിട്ട. ഇയർ 10, 10ാം വർഷം. ജഗതി മാൻ ഒരു രക്ഷയില്ല. വേറെ എന്തൊക്കെയാ വരാനുണ്ട്? ലെറ്റ്സ് സീ മാൻ. ഹിയർ. തിരക്കിലാണോ? നല്ല വെയിലുണ്ടപ്പാ, എനിക്ക് പുറത്തേക്ക് പോകണം. താരെ എവിടെയും പോകുന്നില്ല. മാൻ, ബിജിഎം എന്താണ്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ട, അരുത്. അത് വെയിലല്ല താര, ഇരുട്ടാണ്. ഗഗനചാരി. ന്യൂ ഇയർ കലണ്ടർ ഇയർ 25. എടാ എന്തുവാണ് ഇത്? കാർ നോക്ക്. ഓ യോ മാൻ. ഗൈസ്, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിലെ കുറച്ച് ഫ്രെയിംസ് ആണ്. ഇന്റർനാഷണൽ ലെവലാണ് ഓരോ സംഭവം. നമ്മൾ ഇതൊക്കെ ഹോളിവുഡിൽ കാണുന്ന വെബ് സീരീസിനേക്കാളും അത്ര ഓർമ്മകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന കുറച്ച് സീൻസ് കണ്ടു. ഹിയർ മാൻ, ഞങ്ങൊന്നുമില്ല പണ്ടാറും. അനാർക്കലി ഉണ്ടേ, ഉണ്ട്. എന്താ പൊന്നോ. Hey, not a brown burning down, see, in these eyes, yes, the zombie thing, man. War cries to the Nazi, new age killers going around looking fasty. Do you feel the pain? Do you see the rage? Everything reverse, life is just a maze, caught up in the dirt. ഇൻട്രോ ഞാൻ പറയാം. ഒരു മാസ് കിട്ടണ്ടോ എന്റെ മുഖത്തേക്ക് ഫാൻ അടിക്കുന്നവനാണ് കലിസ്റ്റോ. ഈ ഫ്രണ്ടിൽ വരുന്ന ഫ്രാഡ് വിശാൽ കുര്യൻ എന്നെ കൊണ്ട് സ്വാഗിൽ നടന്നു പോകണം. അവന്റെ സൈഡിൽ നിന്നും ഷോ ഇറക്കുന്നവനാണ് എന്റെ സന്ത് പുറംപോക്ക് പ്ലൂട്ടോ. സംശയാസ്പദമായ സാഹചര്യത്തിൽ ചുറ്റിത്തിരിയുന്നവൻ റെനോ. യവനെ ഞാൻ എവിടോ കണ്ടിട്ടുണ്ട്. മരിച്ചു പോയിട്ടും ജീവിച്ചിരിക്കുന്ന ഈ സ്വാമികളുടെ ലോകത്ത് ഈ സെറ്റപ്പ് മൊത്തം നടത്തിക്കൊണ്ടുപോകുന്ന ഓൾ ഇൻ ഓൾ പ്രൊഫസർ അമ്പിളി, അങ്കിൾ ലൂണ, ഈ ഞാൻ
വെൽക്കം ബാക്ക് സർ. ഓ വെൽക്കം ബാക്ക് സർ. Like my world simulated, Man. my days really Oh, faded. oh, Don't oh. really walk around every day like I made it. I said it, it's parastatic. I get it, it's automatic. We literally going at it. You got him another fight. Get it. ഓ ഗണേഷ് ഉണ്ട്. അവിടുത്തെ തേങ്ങ കാണുന്നില്ലല്ലോ. ആ അതല്ലെന്ന് 10 മണിയായി വൈകിട്ട് ഗ്യാസ് കയറും വല്ലതും കഴിക്കണം. What the heck? I think Who is that, man? remind me to pack you some snacks the next time. Now you see the whole lighting up the tone. We gon' make it out. We Man. gon' make it known. Bring me in the vibe. I'm in my zone. It's gon' be my Kylie. Say the man alone. Hey, there we go. Now. ഇതുകൊണ്ടൊന്നും തീരും നീ ഒന്ന് വിചാരിക്കണ്ട. കേട്ടാ? ഏയ്, എല്ലാരും ഉണ്ടേ. സർവ്വപ്രാവും. Sorry, guys. Asatoma Satgamaya, Tamasoma Wala. Jyotirgamaya, Pratyoma Tablam. Gamaya. Wow, wow, wow. സോഫികളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഒന്ന് പെട്ടെന്ന് നടക്കണ പറ്റില്ല. Copy that, His Highness Pankachon. ഏ, ഇത് ജനാർദ്ദന്റെ ഒച്ചല്ലേ? ഓ മൈ ഗോഡ് മാൻ, ഞാൻ ഇപ്പോൾ കണ്ടത് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ട്രെയിലർ അല്ല, ഒരു ഇംഗ്ലീഷ് വെബ് സീരീസിന്റെ, ഒരു അന്യഭാഷ വെബ് സീരീസിന്റെ ട്രെയിലർ അല്ല. ഇത് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ ഒരു നമ്മുടെ ഭാഷയിൽ ഇറങ്ങാൻ പോകുന്ന ഒരു പടത്തിന്റെ ഒരു ട്രെയിലറാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രോ ആണ്. എന്തും ആയിക്കോട്ടെ, ട്രെയിലർ, ടീസർ, ഇൻട്രോ, വട്ട് എവർ ഇറ്റ് ഈസ്. ഇറ്റ് വാസ് എ ബ്രില്യൻറ്റ് മാൻ. എങ്ങനെ എൻ്റെ മോനെ അരുൺ ചന്തു എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ വിഷൻ, അദ്ദേഹം മാറ്റത്തിലൂടെ ഇതുവരെ കണ്ടതൊന്നല്ല, ഇത് വേറെ ലെവൽ മാൻ. എന്തൊക്കെയാണ് നമ്മൾ ഗഗനചാരി, ഞാൻ പറഞ്ഞില്ലേ, ഗഗനചാരി കണ്ടവർക്ക് നമുക്ക് മനസ്സിലാവും അതിന്റെ ഫ്രെയിംസ്, നമ്മളൊരു തിങ്കിങ് പോയൊരു ലെവലുണ്ട്. 2065 ആഫ്റ്റർ അപ്പാക്കലിപ്റ്റോ സംഭവമൊക്കെ ഒരു പിടിക്കുന്ന ഒരു സംഭവം, അതായത് ഭൂമി അവസാനിച്ചതിന് ശേഷമുള്ളൊരു ലോകം, ന്യൂ ഇയർ കലണ്ടറിലെ 10-25 വർഷങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ലോകത്തേക്കാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആൻഡ് സോംബി, ഇത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്, വല എന്നൊരു സോംബികൾ എന്നുള്ള ഒരു പ്ലാന്റ് ഒന്നും, സോംബികൾ നമ്മുടെ സൗത്ത് സൈഡിലേക്ക് വരുന്നു എന്നുള്ളൊരു സംഭവം എന്നൊരു കേന്ദ്രീകരിച്ച്, ഇത് 2065-70 നടക്കുന്ന ഒരു സംഭവം. അതിൽ കാണിക്കുന്ന കുറെ ഫ്രെയിംസ് മാൻ, ഇജാതി ഫ്രെയിംസ് ആണ്. ആൻഡ് BGM, ദാറ്റ്സ് എ പ്യൂർ ഹിറ്റിംഗ് സാധനം. എൻ്റെ മോൻ ഒരു രക്ഷയില്ല. ആൻഡ് അനാർക്കലി ഉണ്ട്, ഗണേഷ് കുമാർ ഉണ്ട്, അജു ഉണ്ട്, ഗണേഷ് ഉണ്ട്. ആൻഡ് നോട്ട് സർപ്രൈസിംഗ്ലി ബട്ട് വെരി ഹാപ്പി ടു സേ, നമ്മുടെ അമ്പിളി ചേട്ടൻ ബാക്ക് ഓൺ സ്ക്രീൻ. ഈ ഒരു അവസ്ഥയിലാണെങ്കിലും മൂപ്പർക്ക് സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അമ്പിളി ചേട്ടന് വേണ്ടി ഉണ്ടാക്കി. ജഗതി ശ്രീകുമാർ എന്ന ലെജൻഡ് മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ തന്നെ ഇതുവരെ അമ്പിളി ചേട്ടനെ പോലെ ഒരു ലെജൻഡ് ഉണ്ടായിട്ടില്ല എന്ന് പറയും. എത്ര സിനിമകൾ, 1000-2000 സിനിമകളോ, എത്ര കാലങ്ങളായി. പക്ഷെ ഒരു കാലത്ത് ആ ആക്സിഡന്റിന് ശേഷം നമ്മൾ ഒരുപാട് മിസ് ചെയ്തു സ്ക്രീനിൽ. പക്ഷെ ഇപ്പം ആ CBI വന്നു, CBI സേതുരാമയ്യ തേർഡ് പാർട്ടിലുണ്ടായിരുന്നു ചെറിയൊരു, അതും നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ പ്രൊഫസർ അമ്പിളി ലൂണ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ആ ഒരു AI വോയിസും, മോനെ, ആൻഡ് അനിയ നിൽ ഇൻട്രോ ഞാൻ പറയാം എന്ന് പറയുന്ന ഒരു സാധനങ്ങളിലെ കയറ്റി വെച്ചത് അഡാറ് സംഭവമായിട്ടുണ്ട്. ഏതായാലും സാധനം പൊളിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു മേക്കിംഗ് മാൻ, അതിലാണ് നമ്മൾ കയ്യടി കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ സിനിമ പൊളിഞ്ഞാലും ഇല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു മേക്കിംഗ്, ഇങ്ങനത്തെ ഒരു സാധനം പുൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും മലയാള സിനിമയുടെ നമ്മളെ ലിമിറ്റഡ് റിസോഴ്സസ്, നമ്മളെ ലിമിറ്റഡ് ടെക്നിക്കാലിറ്റി, ലിമിറ്റഡ് ഫണ്ടെല്ലാം ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഒരു വേൾഡ് ക്ലാസ് സംഭവം ആവോ ഇല്ലോ എന്ന് എനിക്കറിയാം. പക്ഷേ ദിസ് ഈസ് ഗോയിങ് ടു ബി സംതിങ് ഡിഫറെന്റ്, അത്രേ പറയാനുള്ളൂ. ഇങ്ങനത്തെ സിനിമകൾ എടുക്കാൻ എന്നുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് അറിയില്ല, ഇനി ഉണ്ടാവണം. ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാവണം. നമ്മൾ ഒരേ ടൈപ്പ് തന്നെ ഒരു കാറ്റഗറി ഓഫ് സിനിമ അല്ലല്ലോ. ഇങ്ങനത്തെ സിനിമ ടെക്നിക്കാലിറ്റി വൈസും നമുക്ക് വേറെ ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് കാണുക എന്ന് പറയാനുള്ള ഒരു സംഭവമായിട്ട് മാറട്ടെ എന്നുള്ളത്. ഇത് എങ്ങനെങ്കിലും ഇമോഷണൽ ആയിട്ട് ഇതിന്റെ കഥയും കാര്യങ്ങളും ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിലും അതും കൂടി വേണം. അതൊരു ആവറേജ് സാധനം വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് വേറെ ലെവലിലേക്ക് മാറും. അതാവട്ടെ എന്നുള്ളത്. ഇങ്ങനത്തെ സിനിമയൊന്നും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം. പക്ഷെ ഇരുന്ന് കാണുന്ന സമയത്ത്, തിരിച്ച് വരുന്ന സമയത്ത് നമുക്കൊരു കണക്ഷൻ കിട്ടണം. ഓക്കെ, ഇത് സംഭവം ഒരു പൊളിച്ചിട്ടുണ്ട്, നൈസായിട്ട്. നമ്മൾ ഇതുവരെ കാണാത്തൊരു ഇന്റർനാഷണൽ ഐറ്റം നമ്മൾ കണ്ടു, ഇത് മലയാള സിനിമയിൽ സംഭവിച്ചു എന്നുള്ളതിൽ അങ്ങനെ വിചാരിക്കണം. അങ്ങനെ സിനിമ കണ്ടു വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ബേസിൽ ജോസഫിനെ വരെ കണ്ടു. ബേസിൽ ജോസഫ് ഉണ്ട്, എന്നാൽ ഗോകുൽ സുരേഷ് ഉണ്ട്, എല്ലാവരും. സുരേഷ് ഗോപിന് 2 മക്കളുണ്ട് തോന്നുന്നു. അപ്പൊ ആ ഗഗനചാര്യയിലെ ആ ഒരു ക്രൂ തന്നെയാണ്. അതിനോട് കുറച്ചും കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് അവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് ആ ഒരു ഗ്യാങ്, അമ്പിളിച്ചേട്ടന്റെ ലൂണയുടെ, പ്രൊഫസർ ലൂണയുടെ ഗ്യാങ് വരുന്നുണ്ട്. ബാക്കി അപ്ഡേറ്റ്സുകൾ വരട്ടെ, കാര്യങ്ങൾ വരട്ടെ. ഏതായാലും സാധനം പൊളിക്കട്ടെ, പൊളിച്ചെടുക്കട്ടെ.